കഴിഞ്ഞ ദിവസം മുംബൈയിൽ നടന്ന ഒരു ചടങ്ങിൽ RSS തലവൻ മോഹൻ ഭഗവത് യുവാക്കളോട് സംസാരിച്ച രീതി ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഹമാര ബച്ച, നമ്മുടെ കുട്ടികൾ എന്ന സ്നേഹത്തോടെയുള്ള സംബോധനത്തോടെയാണ് അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത്. തങ്ങളുടെ പ്രസ്ഥാനത്തിൽ യുവാക്കളുടെ പങ്കാളിത്തം ഉറപ്പാക്കേണ്ടത് എത്രത്തോളം അനിവാര്യമാണെന്ന തിരിച്ചറിവാണ് ഭഗവതിൻ്റെ ഈ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത്. ഇത്രയും കാലം സ്വീകരിച്ച പരമ്പരാഗത ശൈലിയിൽ നിന്ന് മാറി ഇന്നത്തെ തലമുറയുടെ ഭാഷയിലും ചിന്തയിലും അവരോട് ആശയവിനിമയം നടത്താൻ RSS നിർബന്ധിതരാകുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണിത്. മറുഭാഗത്ത് കങ്കണ റാവത്ത് ജൻസിയെ ലക്ഷ്യമിട്ട് നടത്തിയ വിമർശനങ്ങൾ വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. എന്നാൽ കങ്കണയുടെ ആക്ഷേപങ്ങൾക്ക് ജൻസി നൽകിയ മറുപടിയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ അമ്പരപ്പിച്ചത്. സോഷ്യൽ മീഡിയയിലൂടെ കൃത്യമായ വസ്തുതകൾ ഉയർത്തിക്കാട്ടിയും അവർ നടത്തിയ തിരിച്ചടികൾ തങ്ങളെ നിസ്സാരമായി കാണേണ്ടതില്ലെന്ന് ശക്തമായ സന്ദേശമാണ് ഭരണകൂടത്തിന് നൽകിയത്. കേവലം ട്രോളുകളിൽ ഒതുങ്ങുന്നതല്ല തങ്ങളുടെ രാഷ്ട്രീയമെന്നും കൃത്യമായ നിലപാടും തങ്ങൾക്കുണ്ടെന്നും അവർ തെളിയിച്ചു. മറ്റൊരു പ്രധാന മാറ്റം തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോറിൻ്റെ നീക്കങ്ങളാണ് കണ്ടത്. പ്രശാന്ത് കിഷോറിൻ്റെ വിജയകരമായ പല രാഷ്ട്രീയ പ്രചാരങ്ങളും പരീക്ഷണങ്ങളും പിന്നിൽ പ്രവർത്തിച്ചത് ഈ ജൻസി പ്രതിഭകളായിരുന്നു. മുൻപ് ആര് ജയിക്കണം എന്ന് ജനങ്ങൾ തീരുമാനിക്കുന്നിടത്ത് ആര് വോട്ട് ചെയ്യണമെന്ന് ഇന്ന് ഭരണകൂടം തിരുത്തുന്ന പുതിയ കാലഘട്ടത്തിൽ അതിനെതിരെ ഡിജിറ്റൽ പ്രതിരോധം തീർക്കുന്ന ഈ ചെറുപ്പക്കാരാണ്. 100 വർഷത്തെ ചരിത്രമുള്ള RSSനും BJPക്കും ഒരുപോലെ തിരിച്ചടിയായ ഒന്നായിരുന്നു ജന്തർ മന്ത്രയിൽ ഉയർന്നു വന്ന യുവാക്കളുടെ പ്രതിഷേധങ്ങളും. വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും തെരുവിലിറങ്ങിയപ്പോൾ അത് വെറുമൊരു സമരമായിരുന്നില്ല, ഭരണകൂടത്തോടുള്ള കൃത്യമായ ചോദ്യം ചെയ്യലായിരുന്നു. തുടർച്ചയായി പ്രക്ഷോഭങ്ങൾക്ക് ശേഷമാണ് യുവാക്കളുടെ യഥാർത്ഥ ശക്തിയും വിലയും രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. യുവാക്കളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇനി മുന്നോട്ട് പോകാനാകില്ലെന്ന് RSSും തിരിച്ചറിഞ്ഞതും ഈ സമരങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. ചുരുക്കത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പയതന്ത്രങ്ങൾ ഈ ജൻസിയുടെ മുന്നിൽ ചിലവാകില്ല. ഭയമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്ന, സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള ഈ പുതിയ തലമുറയെ കൂടെ നിർത്താൻ RSSും BJPയും തങ്ങളുടെ രീതികൾ മാറ്റാൻ നിർബന്ധിതരായിരിക്കുന്നു. Waytonikah.com, the exclusive Muslim matrimonial site.